ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചെറിയ കുട്ടികളൊന്നും ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പോലും പാടില്ല. അതിന്റെ അർത്ഥമോ അതുകൊണ്ട് കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന ആഘാതമോ ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായം മോൾക്കായിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയാണെന്ന് കരുതി എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കരുത്. അച്ഛനും അമ്മയും പിരിഞ്ഞു ജീവിക്കുന്നോണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം എനിക്കാ. പിന്നമ്മയുടെ വിഷമവും കഷ്ടപ്പാടും കാണുമ്പോ ഞാനൊന്നും മിണ്ടാറില്ലെന്നേ ഉള്ളൂ. അമ്മ എത്ര കാലമെന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാ? അമ്മയ്ക്കൊരു കൂട്ട് വേണ്ടേ? അമ്മ അങ്ങനെ ഒരു കൂട്ട് വേണോന്ന് മോളോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടാണോ അമ്മ എന്നെ സ്കൂളിൽ ചേർത്തത്? എനിക്ക് പോളിയോ കുത്തിവെച്ചത് എന്നോട് ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. അതൊക്കെ എന്റെ നല്ലതിനു വേണ്ടി അമ്മ ചെയ്തതല്ലേ. അതുപോലെ അമ്മയുടെ നല്ലതിനു വേണ്ടി എനിക്കും ചിലത് ചെയ്തൂടെ? അമ്മ എപ്പോഴും ബാക്കിയുള്ളവരുടെ കാര്യം മാത്രമേ നോക്കൂ. സ്വന്തം കാര്യം നോക്കാൻ അമ്മ എപ്പോഴും മറന്നുപോകും. അതുകൊണ്ട് അമ്മയുടെ സന്തോഷത്തെ പറ്റി ഞാൻ ചിന്തിക്കണ്ടേ? ഞാൻ എപ്പോഴും വിചാരിക്കും അമ്മ ജിക്കെ പോലെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു ഭർത്താവിനെ എനിക്ക് നല്ലൊരു അച്ഛനെയും കിട്ടും. ജികെക്ക് എന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പറ്റൂ? മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? അവള് വെറുതെ തമാശക്ക് പറഞ്ഞതാ. ജിക്കെ കാര്യാക്കണ്ട. ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ജിക്കെ പോലെ സ്നേഹമുള്ള ഒരാള് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ജിക്ക് എന്താ ഒന്നും പറയാത്തത്? സോറി. ഒരു ചെറിയ കുട്ടി അമ്മയെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചാ ആരായാലും ഇങ്ങനെ പെരുമാറുള്ളൂ. ഞാൻ ജിക്കയോട് ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പോട്ടെ, നാളെ കാണാം. ആന്റി, പോവാം. അച്ഛന്റെ സ്ഥാനത്ത് കണ്ടതിൽ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് മോക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങളൊരു കുടുംബമായിട്ട് ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ആ പ്രതീക്ഷയില്ല ജിക്കെ. എനിക്കോ എന്റെ അമ്മയ്ക്കോ അച്ഛനോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. പരസ്പരം വെറുത്ത് അവരിങ്ങനെ ജീവിക്കുന്നതിലും ഭേദം പിരിയുന്നതാ. മോളുടെ അച്ഛനും അമ്മയും പിരിഞ്ഞാലും ഇല്ലെങ്കിലും ഈ ജിക്കെ മോളുടെ കൂടെ എപ്പോഴും എന്തിനും ഉണ്ടാവും. ഇതേ എന്റെ വാക്കാ. ജിക്കെ, നാളെ കാണാം. പോകാം മോളെ. വാ. ആഹാ, എന്തു പറ്റി? വരാൻ വൈകിയല്ലോ. ആ, വീണ്ടും ഐസ്ക്രീം കഴിക്കാൻ കേറിയല്ലേ? എന്താ ജാനകി മോള് വല്ലാതിരിക്കുന്നത്? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇല്ല മാഡം, വരുന്ന വഴിക്ക് ഐസ്ക്രീം പാർലറിലൊന്ന് കയറി. അവിടെ വെച്ച് മോള് ജിക്കെ കണ്ടു. എന്നിട്ട് മോൾ അദ്ദേഹത്തോട് കുറെ വിഷമങ്ങളൊക്കെ പറയുമായിരുന്നു.
പ്രത്യേകിച്ച് അച്ഛനെ കുറിച്ച്. അവൾ എന്തിനാ അതൊക്കെ അയാളോട് പറയാൻ പോയത്? അമ്മുവിന് അവളുടെ എല്ലാ വിഷമങ്ങളും മാഡത്തോട് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. കൂടെ പഠിക്കുന്ന മിക്ക കുട്ടികളും അച്ഛനമ്മമാരുടെ കൂടെ കഴിയുന്നെന്ന് കേൾക്കുമ്പോ മോൾക്ക് നല്ല വിഷമം ഉണ്ടാവുന്നുണ്ട്. അച്ഛനോടല്ലെങ്കിലും മോൾക്ക് നല്ല ദേഷ്യമുണ്ടല്ലോ. അതിന്റെ കൂടെ ഈ വിഷമം കൂടി ആവുമ്പോ പിന്നെ പറയണ്ടല്ലോ. ഇതെല്ലാം അമ്മു ജിക്കയോട് പറഞ്ഞോ? അത് മാത്രമല്ല പറഞ്ഞത്. പിന്നെ അത് പിന്നെ മാഡം പറഞ്ഞോളൂ. മൂന്നും കേൾക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. ജിക്കയോട് മോള് മാഡത്തെ കല്യാണം കഴിക്കാവോന്ന് ചോദിച്ചു. അച്ഛനെ മോൾക്കും മാഡത്തിനും ഇഷ്ടമല്ലെന്നും ജിക്കെ പോലൊരു ഭർത്താവിനെയാ മാഡത്തിന് കിട്ടേണ്ടതെന്നും പറഞ്ഞു മോൾ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് ജിക്കെന്ത് പറഞ്ഞു? അയാൾ എന്ത് പറയാനാ സാറേ, എല്ലാം മിണ്ടാതെ കേട്ടോണ്ട് നിന്നു, അത്ര തന്നെ. ഗിരി ഒരാളത്തിന്റെ എത്ര തവണ കല്യാണം കഴിക്കാനാ? ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. ആരോട് എന്തൊക്കെ പറയണോന്ന് ഒരു വ്യവസ്ഥ വേണ്ടേ? നാണക്കേടായല്ലോ. ജിക്ക് എന്ത് വിചാരിച്ചു കാണും? അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെയാ മൂന്നിന് ഇത്ര ഉറപ്പിച്ചു പറയാൻ പറ്റാ? ഒരു കുട്ടി അവളുടെ അമ്മയെ കല്യാണം കഴിക്കുമെന്ന് ഒരാളോട് ചോദിച്ചാ അയാൾക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരില്ലേ? അവനങ്ങനെ ദേഷ്യപ്പെടുന്ന ആളൊന്നുമല്ല. അവനിതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കുള്ളൂ. എന്നാലും സാരമില്ല. അയാളെ നാളെയോ മറ്റന്നാളോ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കണം. നേരിട്ട് കണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റുന്നേ നല്ലത്. അയ്യോ, അവനങ്ങനെ വരാൻ പറ്റിയൊന്നുമില്ല. അവന് നല്ല തിരക്കാ. ഇത്രയും തിരക്കുള്ള ആളാണോ ഏത് സമയം ഐസ്ക്രീം പാർലറിൽ മോളുടെ കൂടെ ചെന്നിരിക്കുന്നത്? അത് ഐസ്ക്രീം അവന്റെ ഒരു വീക്ക്നെസ്സാ. എവിടെയാണെങ്കിലും അതിനവൻ സമയം കണ്ടെത്തും. കോടതിയിൽ നിന്ന് അത്യാവശ്യമുള്ള കോളാ, ഞാൻ എടുക്കട്ടെ. ഹലോ, പറയൂ. മൂന്നും ജിക്കയുടെ കാര്യങ്ങൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. സാറെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അറിയില്ല. ഒരു മോശക്കാരനെ സാർ അറിഞ്ഞോണ്ട് അമ്മുവിനെ പരിചയപ്പെടുത്തുവോ? അമ്മൂനെ അപകടത്തിൽപ്പെടുത്തുന്ന ഒന്നും മൂന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ ജിക്കയുടെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. കൂട്ടുകാരുടെ തെറ്റുകൾ മൂന്നിന് കാണാൻ പണ്ടേ കഴിയാറില്ല. അവരെ അവസാന നിമിഷം വരെ ന്യായീകരിക്കാൻ മൂന്ന് ശ്രമിക്കും. അതുകൊണ്ട് ജിക്കയെ കുറിച്ച് മൂന്നിന്റെ അഭിപ്രായങ്ങൾ മാത്രം വിശ്വസിച്ചിരിക്കുന്നത് മണ്ടത്തരമാവും. പക്ഷേ കണ്ടു പരിചയപ്പെട്ടതിൽ വെച്ച് എനിക്കും ജിക്ക് ഒരു മാന്യനാണെന്നോ തോന്നിയത്. മോളോട് നല്ല സ്നേഹമുണ്ട്. ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് എന്റെ മോളുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല.